സോ നമ്മൾ പറഞ്ഞു വന്നത് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് സെക്കൻഡ് ലോ ആണോ? അപ്പോൾ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് സെക്കൻഡ് ലോ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് സെക്കൻഡ് ലോ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഹീറ്റ് എഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നോർമൽ ഹീറ്റ് എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് വരേണ്ടത് എന്താ? ഹീറ്റ് എഞ്ചിൻ സോഴ്സ് എന്ന് പറയുന്ന തെർമൽ റിസർവോയിൽ നിന്ന് Q1 ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, W ഹീറ്റ് വർക്ക് ചെയ്യുന്നു, എന്നിട്ട് റിമൈനിങ് ഹീറ്റ് എങ്ങോട്ട് കൊടുക്കുന്നു? അപ്പം നമ്മൾ ഇവിടെ പറയുന്നത് ഈ സിങ്ക് ഈ Q2ൻ്റെ വാല്യൂ 0 ആക്കാൻ പോവാം. അപ്പോൾ Q2ൻ്റെ വാല്യൂ 0 ആക്കുമ്പോൾ എനിക്കിതിനെ എങ്ങനെ വരയ്ക്കാം? ഒരു സോഴ്സ് ഉണ്ട്, T1 ടെമ്പറേച്ചർ, അവിടുന്ന് Q1 ഹീറ്റ് എടുക്കുന്നു. ആ Q1 ഹീറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? W വർക്കൗട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ Q2ൻ്റെ വാല്യൂ എന്താണ്? Q2ൻ്റെ വാല്യൂ 0. അപ്പോൾ ഇത് ഈസ് ഇറ്റ് പോസിബിൾ ഹീറ്റ് ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു വർക്ക്? പ്രാക്ടിക്കലി മാത്രമല്ല, തിയറിറ്റിക്കലിയും പോസിബിൾ അല്ല. അതാണ് കെൽവിൻ ആണ് ഹീറ്റ് ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു വർക്ക്. ദറ്റ് ഈസ് കൺവേർഷൻ ഓഫ് ലോ ഗ്രേഡ് എനർജി ഓഫ് ഹീറ്റ് ഇൻ ടു ഹൈ ഗ്രേഡ് എനർജി വർക്ക്. ഈസ് ഇറ്റ് പോസിബിൾ? നോ. ഇതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പോൾ ഈ സംഭവം നമ്മളൊരു നല്ലൊരു ഡെഫിനിഷൻ രൂപത്തിൽ നമ്മൾ പറയുവാണ്. അപ്പം സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അതേപോലെ തന്നെ മാക്സിമം അതേപോലെ തന്നെ നമുക്ക് പറയാൻ നോക്കണം കേട്ടോ. ഇറ്റ് ഈസ് impossible for a heat engine to produce net work in a complete cycle if it exchange heat only with single thermal energy reservoir ബ്രാക്കറ്റ് സോഴ്സ്. അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഡെഫിനിഷനാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ ഹീറ്റ് എഞ്ചിൻ ടു പ്രൊഡ്യൂസ് എ നെറ്റ് വർക്ക് ഇൻ എ കംപ്ലീറ്റ് സൈക്കിൾ ഇഫ് ഇറ്റ് എക്സ്ചേഞ്ച് ഹീറ്റ് ഓൺലി വിത്ത് സിംഗിൾ തെർമൽ എനർജി റിസർവോയർ. ദാറ്റ് ഈസ് സോഴ്സുമായിട്ട് മാത്രമേ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ സിങ്കുമായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല എന്നൊരു കണ്ടീഷൻ വരുമ്പോഴത്തേന് നമുക്കവിടെ എന്ത് പറയാം? അങ്ങനെ ഒരു ഹീറ്റ് എഞ്ചിൻ പോസിബിൾ ആണോ? അങ്ങനെ ഒരു ഹീറ്റ് എഞ്ചിൻ പോസിബിൾ ആണോ? അല്ല. ആണോ? ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കെൽവിൻ പ്ലാങ്ക്സ് സ്റ്റേറ്റ്മെൻറ്റ് ഇനി ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും എല്ലാവരും പറയുമല്ലോ. വാട്ട് ഈസ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സെക്കൻഡ് ലോ? Kelvin Planck statement of second law deals with the heat engine. എന്താണ്? It states that it is impossible for a heat engine to produce a net work in a complete cycle if it exchange heat only with a single thermal energy reservoir source. Clear ആയോ? എഴുതിയോ? നോട്ട്സ് എഴുതിയോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പം നമ്മൾ ഫസ്റ്റ് ലോ പഠിച്ച സമയത്ത് PMM1 പഠിച്ചായിരുന്നു. എന്താ PMM1?
ഫസ്റ്റ് ലോ പഠിച്ച സമയത്ത് PMM1 പഠിച്ചായിരുന്നു. എന്താണ് PMM1? എന്താണ് PMM1? ഫസ്റ്റ് ലോ പഠിച്ച സമയത്ത് നമ്മൾ PMM1 പഠിച്ചില്ലായിരുന്നോ? എന്തായിരുന്നത്? മറന്നുപോയി. ഫസ്റ്റ് ലോ പഠിച്ച സമയത്ത് PMM1ന്റെ ഫുൾ ഫോം എന്തുവാ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ വയലേഷൻ. അത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വയലേറ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ് PMM1ന്റെ ഫുൾ ഫോം എന്തുവാ? അതെ, പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്. ഓക്കെ, പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്. ഇറ്റ്സ് നത്തിങ് ബട്ട് കംപ്ലീറ്റ് വയലേഷൻ ഓഫ് എന്താണ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ റിയൽ ആയിട്ട്? ഇമാജിനറി ആണ്. അപ്പോൾ ഇതെന്തോ പറയുന്നത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് നമ്മളൊരു ഹീറ്റ് കൊടുക്കുന്നു, ആ ഒരു പാർട്ട് നമ്മൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഒരു പാർട്ട് ഇന്ത്യൻ എനർജി കൺവേർഷനായിട്ട് ഉപയോഗിക്കുന്നു, അല്ലേ? അപ്പോൾ അതിനെ വയലേറ്റ് ചെയ്യുന്ന ലോ ആണ് ഫസ്റ്റ് ലോ. അപ്പോൾ ഫസ്റ്റ് ലോയുടെ PMM1 എന്തോ പറയുന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയാമായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയാമായിരുന്നു. ഫസ്റ്റ് ലോ പറയുന്നത് Q = എന്താണ്? ഡെൽറ്റ E പ്ലസ് W. അതായത് ക്യൂവിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുക. ക്യൂവിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് W കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതായത് ഇവിടെ ഫസ്റ്റ് ലോ പറയുന്നത് ഈ ക്യൂ കൊടുക്കുന്നില്ല, പക്ഷെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുക. മനസ്സിലായില്ലേ? നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ സെക്കൻഡ് പറയാം, സെക്കൻഡ് വേറൊരു രീതിയിൽ പറയാം, നമ്മൾ W കൊടുത്തോണ്ടിരിക്കുക, പക്ഷെ നമുക്ക് എന്താണ്? ഹീറ്റ് ഔട്ട്പുട്ട് കിട്ടുന്നതേ ഇല്ല. അപ്പോൾ ഇതാണ് PMM1. അതായത് നമ്മൾ ഇൻപുട്ടും കൊടുക്കുന്നില്ല, പക്ഷെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതായത് ഈ PMM1 ഈസ് എ മെഷീൻ വിച്ച് ക്രിയേറ്റ് വർക്ക് ഔട്ട്പുട്ട് ഫ്രം നത്തിങ്. എന്താണ്? വർക്ക് ഔട്ട്പുട്ട് ഫ്രം നത്തിങ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമുക്ക് വർക്ക് കിട്ടുമോ? ഒന്നുമില്ലായ്മയിൽ നിന്ന് വർക്ക് കിട്ടും. നമ്മളൊരു ഇൻപുട്ട് കൊടുത്തെങ്കിൽ മാത്രമല്ലേ ആ ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ അനുസരിച്ച് നമുക്ക് കുറച്ച് ഭാഗം എനർജി ഇന്റേണൽ എനർജി ആയിട്ട് മാറി, കുറച്ച് ഭാഗം വർക്കായിട്ട് മാറി. അല്ലാതെ നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല, ഒരു മെഷീനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് കിട്ടുമോ? കുറച്ച് സമയം കിട്ടും. അതെങ്ങനെ കുറച്ച് സമയം കിട്ടുന്നത്? അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ഇന്റേണൽ എനർജി. ഞാൻ അന്നൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ദിവസം ഫുഡ് കഴിച്ചില്ല എങ്കിലും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ലേ? എങ്ങനെ ചെയ്യും? നിങ്ങൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യത്തില്ലേ? എങ്ങനെ ചെയ്യും? നിങ്ങളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇന്റേണൽ എനർജി എടുത്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്യും. 2 ദിവസം ചെയ്ത് മൂന്നാമത്തെ ദിവസം പറ്റുമോ? നമ്മൾ ഫുഡൊന്നും കഴിക്കുന്നില്ല, വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, പറ്റുമോ? 2 ദിവസം നമ്മൾ ഇന്റേണൽ എനർജി എക്സ്ഹോസ്റ്റ് ആവും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അതായത് അത് ഹീറ്റ് നമ്മൾ ഇൻപുട്ട് എനർജി കൊടുത്തില്ലെങ്കിൽ ഔട്ട്പുട്ട് വർക്ക് കിട്ടത്തില്ലെന്നാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. പക്ഷേ ആദ്യമൊക്കെ കിട്ടും. അതെങ്ങനെയാ? നമ്മളെ സ്റ്റോർ ചെയ്ത് വെച്ചേക്ക് ഇന്റേണൽ എനർജിക്ക് അത് നമ്മൾ വർക്ക് ചെയ്യും. പക്ഷേ അത് കഴിയുമ്പോഴത്തേനും അത് എക്സ്ഹോസ്റ്റ് ആയി കംപ്ലീറ്റ്ലി 0 ആയി കഴിഞ്ഞാൽ പിന്നെ അതും പറ്റത്തില്ല. അപ്പോൾ PMM1 എന്ന് പറയുമ്പോൾ PMM1 ഇസ് കംപ്ലീറ്റ് വയലേഷൻ ഓഫ് ഫസ്റ്റ് ലോ. ഇസ് ഇമാജിനറി മെഷീൻ വിച്ച് സ്റ്റേറ്റ് ദാറ്റ് എന്താണ്? ഒരു വർക്ക് ഔട്ട്പുട്ട് നമുക്ക് കണ്ടിന്യൂസ് വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ അവിടെ എന്താണ്? സോഴ്സ് ഓഫ് എനർജി ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ എന്തായിരിക്കും? PMM2 എന്തായിരിക്കും? ഞാനിപ്പോൾ പറഞ്ഞു വന്നത് PMM1 ഒന്നുമല്ല. PMM1 നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. PMM2 എന്താണ്? വാട്ട് ഈസ് PMM2? വയലേഷൻ ഓഫ് it's nothing but the complete violation of second law of thermodynamics. Second law of thermodynamics ന്റെ violation ആണ് PMM2. അപ്പോൾ ഫസ്റ്റിലെ തന്നെ ആ പോയിന്റ് എഴുതുക. PMM2 is the violation of second law of thermodynamics. ഓക്കെ, ഇറ്റ്സ് ഇമാജിനറി അല്ലേ? അപ്പോൾ മെറ്റീനെ ഫുൾ ഇമാജിനറി ആണെന്ന് പറയാം അല്ലേ? അപ്പോൾ PMM2 എന്താണ് പറയുന്നത്? സെക്കൻഡ് ലോ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. എന്തോ PMM2 പറയുന്നത്?
സിങ്ക് ഇല്ലാതെ വർക്ക് ചെയ്യുന്നു. ആ അത്രേ ഉള്ളു. ഇറ്റ്സ് പോസിബിൾ ഫോർ എ ഹീറ്റ് എൻജിൻ ടു പ്രൊഡ്യൂസ് എ ഇമ്പോസിബിൾ മാറ്റിയിട്ട് എന്തോ ആക്കണം, അത്രേ ഉള്ളു. ഇമ്പോസിബിൾ മാറ്റി പോസിബിൾ ആക്കണം. PMM2 എന്താണ്? ഇറ്റ് ഈസ് PMM2 പറയുന്നത് ഹീറ്റ് എൻജിൻ വിൽ പ്രൊഡ്യൂസ് എ നെറ്റ് വർക്ക് ഇൻ എ കംപ്ലീറ്റ് സൈക്കിൾ. എഴുതുന്നുണ്ടോ എല്ലാവരും? ബൈ ഹീറ്റ് എക്സ്ചേഞ്ചിങ് എഴുതുന്നുണ്ടോ കൂടെ? Yes, sir. എക്സ്ചേഞ്ചിങ് ഹീറ്റ് only with one thermal energy reservoir TER സോഴ്സ്. അതായത് സോഴ്സുമായിട്ട് മാത്രം ഹീറ്റ് എക്സ്ചേഞ്ച് നടത്തി സിങ്ക് ഇല്ലാതെ നമുക്കൊരു മെഷീൻ, ഒരു ഹീറ്റ് എഞ്ചിനിൽ നിന്ന് വർക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന മെഷീനാണ് എന്ത്? PMM2. മനസ്സിലായില്ലേ? അപ്പോൾ ആ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്ന് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ PMM2 നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും? ഇതൊരു സോഴ്സാണ്. സോഴ്സിന് Q1 ഹീറ്റ് എടുക്കുന്നു, ഒരു ഹീറ്റ് എഞ്ചിനാണ്. ടോട്ടൽ ഹീറ്റ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. Q2 വാല്യൂ എന്താണ്? ഈ മെഷീനാണ് എന്ത്? PMM2. ആക്ച്വലി ഇങ്ങനെ ഒരു മെഷീൻ എക്സിസ്റ്റ് ചെയ്യുമോ? ഇല്ല. അപ്പം നമ്മൾ ഇത്രയേ ഉള്ളൂ. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വയലേഷനാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ലോയുടെ വയലേഷനാണ് PMM2 എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ എല്ലാവരും എഴുതിയോ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത ഹെഡിങ് എഴുതിക്കൂ, ഹീറ്റ് പമ്പ് ഓർ റെഫ്രിജറേറ്റർ. അടുത്ത ഹെഡിങ് എഴുതിക്കോ, ഹീറ്റ് പമ്പ് ഓർ റെഫ്രിജറേറ്റർ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹീറ്റ് പമ്പ് ഓർ വേണ്ട, ആൻഡ് ഇട്ടാൽ മതി. രണ്ടിൻ്റെ രണ്ടാണ്. ആൻഡ് രണ്ടിൻ്റെ രണ്ടാണ്, പക്ഷേ രണ്ടിൻ്റെയും വർക്കിംഗ് ഓൾമോസ്റ്റ് ഒരേപോലെയാണ്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഹീറ്റ് എഞ്ചിൻ എന്താണ് ചെയ്യുന്നത്? ഹീറ്റ് എഞ്ചിൻ എന്തുവാ ചെയ്യുന്നത്? ഹീറ്റ് എഞ്ചിനകത്ത് ഔട്ട്പുട്ട് എന്തുവാ? അല്ല, ഹീറ്റ് എഞ്ചിനകത്ത് ഔട്ട്പുട്ട് എന്തുവാ? നമ്മളൊരു ഹീറ്റ് എഞ്ചിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഔട്ട്പുട്ട് എന്തുവാ? ഔട്ട്പുട്ട് വർക്കാണ് അല്ലേ? ഇൻപുട്ട് എന്തുവാ? Q1 എന്ന് പറയുന്നത് ഹീറ്റാ ആണോ? അതിനകത്ത് ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇത് നമ്മുടെ ഈ ഹീറ്റ് എഞ്ചിൻ്റെ സിമ്പിൾ ആണ് IC എൻജിൻസ് അല്ലേ? സിമ്പിൾ എക്സാമ്പിളാണ് IC എൻജിൻസ് ആണല്ലോ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഹീറ്റ് എൻജിൻ്റെ നേരെ റിവേഴ്സ് സാധനമാണ്. അതായത് ഹീറ്റ് പമ്പ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ റെഫ്രിജറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജില്ലേ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ, അതിനകത്ത് എന്തുവാ ചെയ്യുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതിനകത്ത് എന്തുവാ ചെയ്യുന്നത്? ഇതൊരു റെഫ്രിജറേറ്ററാണ്, നിങ്ങളുടെ ഫ്രിഡ്ജാണ്, വീട്ടിലെ ഫ്രിഡ്ജാണ്.
ഈ ഫ്രിഡ്ജ് ഇത് അറ്റ്മോസ്ഫിയറാണ്, ഇത് നിങ്ങൾ റൂമാണേ. ഈ റൂമിനകത്ത് ഫ്രിഡ്ജ് വെച്ച് വെക്കുക ആണോ? അപ്പം എവിടെ എന്തുവാ ചെയ്യുന്നത് സത്യം പറഞ്ഞാലോ? നമ്മൾ ഇതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് കൊണ്ടുവെക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? കുറച്ച് കഴിഞ്ഞപ്പോൾ വെജിറ്റബിൾസ് എന്ത് സംഭവിക്കുന്നു? ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ തന്നെ വെജിറ്റബിൾസ് എന്ത് സംഭവിക്കും? കൂളാവുന്നു. അതെന്താ കൂളാവുന്നേ? വെജിറ്റബിൾസിന് നേരത്തെ നോർമൽ അതെ, വെജിറ്റബിൾസിനുള്ളിലുള്ള ഹീറ്റ് ആര് വലിച്ചെടുത്തു? വെജിറ്റബിൾസിനുള്ളിലെ ഹീറ്റ് ഈ റെഫ്രിജറേറ്റർ സിസ്റ്റം വലിച്ചെടുത്തിട്ട് എങ്ങോട്ട് എമിറ്റ് ചെയ്യും? റൂമിലോട്ടല്ല എമിറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ചുമ്മാതെ കാണിച്ചെന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മുടെ റൂമിലോട്ടല്ല എമിറ്റ് ചെയ്യുന്നത്. റൂമിലോട്ട് അത്രയും എമിഷൻ വരത്തില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ എന്താ പറയുക, ഒരു AC, ടിപ്പിക്കൽ ഒരു എ സി സിസ്റ്റം വർക്ക് ചെയ്ത് ആ റൂമിനകത്ത് നമ്മൾ AC വെച്ചൊക്കെ വന്നിരിക്കട്ടെ. എന്തുവാ അവിടെ സംഭവിക്കുന്നത്? ഇവിടെ AC വെച്ചേക്കുക. AC എന്ത് ചെയ്യും? ഇതിനകത്തുള്ള സർക്കുലേറ്റ് ചെയ്ത് ആ എയറിൻ്റെ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് സർക്കുലേറ്റ് ചെയ്യും. ആണോ? ഈ AC-യുടെ മറുവശത്ത് നമ്മൾ ചെന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേന് തണുപ്പാണോ ചൂടാണോ? AC-യുടെ മറുവശത്ത് നമ്മൾക്ക് ചൂട്. അപ്പം ഇവിടെ നമുക്ക് റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഹീറ്റ് പമ്പ് എന്ന് പറയുമ്പോഴത്തേന് ഹീറ്റിനെ പമ്പ് ചെയ്ത് കൊടുക്കുക ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ തണുത്ത ഇപ്പം നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകാന്നുണ്ടെങ്കിൽ സമ്മർ സീസണിൽ അവിടെ AC, എയർ കണ്ടീഷൻ സിസ്റ്റം സമ്മർ സീസണിൽ എന്താണ് ചെയ്യുന്നത്? റൂം കൂൾ ചെയ്യും. ആണ്. വിൻ്റർ സീസണിൽ അവരെന്ത് ചെയ്യും? ഓക്കെ, അപ്പം ഈ ഹീറ്റ് ചെയ്യുന്നത് ഒരു ഹീറ്റ് പമ്പായിട്ട് വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? കൂൾ ചെയ്യുന്നത് എന്താണ്? ഒരു റെഫ്രിജറേറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായി? രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? വർക്കാണോ? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വർക്കാണോ? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹീറ്റാണ്. ഹീറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഡിസൈഡ് എഫക്റ്റ് എന്ന് പറയാം. അതായത് ഒന്നുകിൽ ഹീറ്റിംഗ് ആവാം അല്ലെങ്കിൽ കൂളിംഗ് ആവാം, അല്ലേ? ഒന്നുകിൽ ഹീറ്റിംഗ് ആവാം അല്ലെങ്കിൽ കൂളിംഗ് ആവാം. അപ്പോൾ അവിടെ നമ്മുടെ ഹീറ്റ് പമ്പ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ എടുക്കുമ്പോൾ അവിടെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസൈഡ് എഫക്റ്റ് ആണ്. ഓക്കെ, ഇപ്പം ഞാനൊരു ഹീറ്റ് പമ്പ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ ഡിസൈൻ ചെയ്യാൻ പോവാണേ. ഒരു ഹീറ്റ് പമ്പ് എടുക്കുന്നു. ഹീറ്റ് പമ്പ് എന്തോ ചെയ്യുന്നത്? ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് എങ്ങോട്ട് കൊടുക്കുന്നു? ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് എങ്ങോട്ട് കൊടുക്കുന്നു? ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് എങ്ങോട്ട് കൊടുക്കുന്നു? ഇത് സിങ്ക് ടെമ്പറേച്ചർ T2. ഇത് സോഴ്സിന് ടെമ്പറേച്ചർ T1. ഞാൻ പറഞ്ഞു ഹൈ ടെമ്പറേച്ചർ റിസർവോയർ ആണ് സോഴ്സ്, ലോ ടെമ്പറേച്ചർ റിസർവോയർ ആണ് സിങ്ക്. അപ്പം നമ്മൾ ഇവിടെ ഹീറ്റ് പമ്പ് ചെയ്യുന്നത് നമുക്ക് ഈ ഏരിയ ആണ് കൂൾ ചെയ്യേണ്ടത്. ഏരിയ ടു ബി കൂൾഡ്. അല്ലെങ്കിൽ ഹീറ്റ് പമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹീറ്റ് പമ്പ് വേണ്ട, റെഫ്രിജറേറ്റർ എടുത്തു. റെഫ്രിജറേറ്റർ ഒരു മിനിറ്റ്, ഞാനിത് ഡിലീറ്റ് ചെയ്തോട്ടെ. ഈ ഞാൻ റെഫ്രിജറേറ്ററാണ്.
റെഫ്രിജറേറ്ററാണ് അല്ലേ? റെഫ്രിജറേറ്ററിനകത്ത് ഏരിയ ടു ബി കൂൾഡ്. ഇപ്പം നമുക്ക് എവിടുന്നാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് എവിടുന്നാ? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് എവിടുന്നാ? സിങ്കിൽ നിന്ന്. അപ്പോൾ ഇവിടുന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് Q2 ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, ഇങ്ങോട്ട് എന്ത് കൊടുക്കുന്നു? Q1 ഹീറ്റ് കൊടുക്കുന്നു. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുമോ? ഒരു ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിനകത്ത് ഏത് ടെമ്പറേച്ചറാണ് വലുത്? സോഴ്സിൻ്റെ ആണോ ടെമ്പറേച്ചർ കൂടുതൽ, സിങ്കിൻ്റെ ആണോ ടെമ്പറേച്ചർ കൂടുതൽ? അതെ, സിങ്കിന് ടെമ്പറേച്ചർ കൂടുതലാണോ? സിങ്കിന് ടെമ്പറേച്ചർ കൂടുതൽ. അതെങ്ങനെയാ സിങ്കിന് ടെമ്പറേച്ചർ കൂടുന്നത്? ടെമ്പറേച്ചർ എടുക്കുന്നത് അവിടെ നിന്നാണ്. അല്ല, എപ്പോഴും സോഴ്സിനാണ് ടെമ്പറേച്ചർ കൂടുതൽ, സിങ്കിന് ടെമ്പറേച്ചർ കുറവാണ് കേട്ടോ. എപ്പോഴും സോഴ്സിനാണ് ടെമ്പറേച്ചർ. ഇപ്പോൾ നമ്മൾ എയർ കണ്ടീഷൻ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മുടെ ഇനിഷ്യലി നമ്മുടെ റൂമിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, പക്ഷേ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? പുറത്തേക്കാട്ടിലും ടെമ്പറേച്ചർ കുറേ എവിടെ ആയിരിക്കും? പുറത്തേക്കാൾ ടെമ്പറേച്ചർ കുറേ എവിടെ ആയിരിക്കും? നമ്മുടെ റൂമിനകത്തായിരിക്കത്തില്ലേ? നമ്മൾ AC ഓൺ ആക്കുന്ന സമയത്ത് റൂമിനും റൂമിൻ്റെ പുറത്തും ഒരു 30 ഡിഗ്രി സെൽഷ്യസാണ് ആണോ? ഇപ്പം ഞാനിവിടെ AC, ഇതൊരു റൂമാണ്, ഇതൊരു റൂമാണ്. ഈ റൂമിനകത്ത് ഇവിടെ AC വെച്ച് വെക്കുക. AC ഓൺ ആക്കുന്നതിന് മുന്നേ ഇവിടെയും 30 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഇവിടെയും 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ റൂമിലെ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആയി, ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. ആണോ? അപ്പം അന്നേരം സംഭവിക്കുന്ന എന്തോ ഇതിനകത്തുനിന്നല്ലേ ഹീറ്റ് വിഡ്രോ ചെയ്ത് കളയുന്നത്, അല്ലാതെ പുറത്തുനിന്നാണോ? കുറച്ച് കഴിഞ്ഞപ്പം ഇവിടെ 25 ആയി, 22 ആയി, ഇവിടെ 30 തന്നെ. അപ്പോഴും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാ? അപ്പോഴും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് എവിടെ? അകത്തുനിന്ന് പുറത്തോട്ട്. അകത്തെ ടെമ്പറേച്ചർ കുറവാണോ കൂടുതലാണോ? അപ്പം അത് ഞാൻ ഇവിടെ ഒരു സ്കിമാറ്റിക് ഫോമിൽ വരച്ച് വെച്ചേക്കും. ഇതുണ്ട് സിങ്ക് T2, അവിടുന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. റെഫ്രിജറേറ്റർ എന്നിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നു, സോഴ്സിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഇത് പോസിബിൾ ആണ്. ഇങ്ങനെ ഒരു സംഭവം, സിങ്കിൻ്റെ ടെമ്പറേച്ചർ ലോ ആണ്, സോഴ്സിൻ്റെ ടെമ്പറേച്ചർ ഹൈ ആണ്. ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം ലോ ടെമ്പറേച്ചർ ടു ഹൈ ടെമ്പറേച്ചർ പോസിബിൾ ആണോ? ഏതാ? അങ്ങനെ ഇതിങ്ങനെ സംഭവിക്കുമോ? ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലോട്ട് ഇങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കും. പക്ഷെ നമ്മൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് വർക്ക് കൊടുക്കണം. എക്സ്റ്റേണൽ ഹെൽപ്പ് വർക്ക് കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഇവിടെ ഇൻപുട്ട് എന്തുവാ? അതായത് ഒരു ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഒരു ഹൈ ടെമ്പറേച്ചറിലോട്ട് നമുക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് പറ്റുമോ? എക്സ്റ്റേണൽ ഹെൽപ്പ് ഇല്ലാതെ പറ്റുമോ? എക്സ്റ്റേണൽ ഹെൽപ്പ് ഇല്ലാതെ പറ്റുമോ? ഓക്കെ, അതായത് ഞാൻ പറഞ്ഞത് സിങ്ക് ലോ ടെമ്പറേച്ചറിലാണ്, സോഴ്സ് ഹൈ ടെമ്പറേച്ചറിലാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് സിങ്കിൽ നിന്ന് Q2 ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, സോഴ്സിലോട്ട് Q1 ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നു. ഈസ് ഇറ്റ് പോസിബിൾ? നാച്ചുറലി സ്പോണ്ടേനിയസ് ആയിട്ട് പോസിബിൾ ആണോ? ഈസ് ഇറ്റ് പോസിബിൾ സ്പോണ്ടേനിയസ്ലി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ 25 ഡിഗ്രി സെൽഷ്യസാണ്,
ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസാ. ഇത് 25 നിന്ന് 30 ഡിഗ്രിയിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുമോ? ഇല്ല. നടക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? എക്സ്റ്റേണൽ ഹെൽപ്പ് കൊടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ടല്ലേ നമ്മുടെ എയർ കണ്ടീഷനകത്തുള്ള കംപ്രസറും സിസ്റ്റം എല്ലാം വെച്ചേക്കുന്നത്. ആ കംപ്രസർ സിസ്റ്റത്തിൻ്റെ ആ ഒരു സിസ്റ്റം മൊത്തം വർക്ക്, ആ ഒരു എക്സ്റ്റേണൽ വർക്കിലൂടെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൂമിനകത്തെ ഹീറ്റിനെ റിജക്റ്റ് ചെയ്ത് എങ്ങോട്ട് കളയുന്നത്? എങ്ങോട്ട് കളയുന്നത്? എ സി ഓഫ് ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ഹീറ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവത്തില്ലേ? എ സി ഓഫ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേന് രണ്ടും ഒരേ ടെമ്പറേച്ചർ ആവത്തില്ലേ? എ സി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേന് രണ്ടും ഓൾമോസ്റ്റ് ഒരേ ടെമ്പറേച്ചർ ആവത്തില്ലേ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഒരു ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എക്സ്റ്റേണൽ വർക്ക് നടക്കും. ഇതാണ് പറഞ്ഞോ, ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഹീറ്റ് എഞ്ചിനകത്ത് നമ്മൾ പറഞ്ഞത് എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസി ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. പക്ഷേ നമ്മൾ ഹീറ്റ് പമ്പിനകത്തും റെഫ്രിജറേറ്ററിനകത്തും പറയുന്നത് എഫിഷ്യൻസി അല്ല, പകരം COP എന്ന് പറയുന്ന ടേമാണ്. COP എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്. എന്താണ്? ഹീറ്റ് പമ്പിനകത്തും അതുപോലെ റെഫ്രിജറേറ്ററിനകത്തും നമ്മൾ പറയുന്നത് COP എന്ന് പറയുന്ന ടേമാണ്. COP എന്താണ്? COP ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്. ഇത് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ പഠിക്കും, ഇപ്പോഴൊന്നും അല്ല. S7-ൽ നിങ്ങൾക്ക് RAC, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ എന്ന് പറയുന്നൊരു പേപ്പറുണ്ട്. അവിടെ നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ഇതൊക്കെ പഠിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇത്രയും മാത്രം മനസ്സിലാക്കി വെക്കുക, ഹീറ്റ് പമ്പിനകത്തും റെഫ്രിജറേറ്ററിനകത്തും നമുക്ക് എഫിഷ്യൻസി അല്ല, പിന്നെന്താണുള്ളത്? ഹലോ, വോയിസ് കട്ടാവും. അപ്പോൾ ഇവിടെ എഫിഷ്യൻസിക്ക് പകരം എന്തോ ഉള്ളത്? ഓക്കെ, COPയുടെ ഫോർമുല എന്ന് പറയുന്നതും നമ്മുടെ എഫിഷ്യൻസിയുടെ അതേ ഫോർമുല എന്നാണ്. ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. ഇവിടുത്തെ ഔട്ട്പുട്ട് എന്തുവാ? നമുക്ക് ഡിസൈർഡ് എഫക്റ്റ് അല്ലേ? ഡിസൈർഡ് എഫക്റ്റ് ഡിവൈഡ് ബൈ ഇൻപുട്ട് എന്തുവാ? വർക്ക് ഇൻപുട്ട് അല്ലേ? ആണോ? ഡിസൈർഡ് എഫക്റ്റ് ബൈ വർക്ക് ഇൻപുട്ട് എന്നല്ലേ കൊടുക്കേണ്ടത്? COP ഡിസൈർഡ് എഫക്റ്റ് ബൈ വർക്ക് ഇൻപുട്ട് എന്നല്ലേ കൊടുക്കണ്ടേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിനകത്ത് ഈ സിങ്കിനകത്ത് ടെമ്പറേച്ചർ നമുക്ക് T2 ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഹീറ്റാണ് ഇങ്ങോട്ട് അബ്സോർബ് ചെയ്യുന്നത്? T2 ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എത്ര ഹീറ്റാണ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്? അവിടെ കാണിച്ചിട്ടുണ്ട് എത്ര ഹീറ്റാ സിങ്കിന് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ Q2 ഹീറ്റ് അബ്സോർബ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഡിസൈർഡ് എഫക്റ്റ് കിട്ടത്തുള്ളൂ. നമുക്ക് ഡിസൈർഡ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്കിനകത്ത് T2 ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. T2 ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്യണം? ഓക്കെ, അപ്പോൾ ഡിസൈർഡ് എഫക്റ്റിൻ്റെ ഈക്വൽ ടു Q2 എന്ന് കൊടുക്കാമല്ലോ. വർക്ക് ഇൻപുട്ട് എന്തുവാ? W. നമുക്ക് ഈ Q1-നെ നമുക്ക് എങ്ങനെ എഴുതാം പിള്ളേരെ? Q1 ഈക്വൽ ടു Q2 പ്ലസ് W ചെയ്താവോ? Q2-ൻ്റെ കൂടെ W കൂടെ ചേർത്തിട്ടല്ലേ Q1 വരുന്നത്? അങ്ങനെ എഴുതാൻ പറ്റത്തില്ലേ? Q1 ഈക്വൽ ടു Q2 പ്ലസ് W ഈക്വൽ ടു Q1 എന്ന് എഴുതാവോ?
എഴുതാവോ? ഇന്ന് ഈ ഫിഗറിനകത്ത് നോക്കിയാൽ മതി. Q2ൻ്റെ കൂടെ W കൂടെ വന്ന് ചേർന്നിട്ടാണ് Q1 ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ Q1 Q2 + W എന്ന് എഴുതാവോ? എഴുതാം. അതിനകത്തുനിന്ന് W-ൻ്റെ ടേം നമുക്ക് എന്ത് W = എന്ത് എഴുതാം? W = എന്ത് എഴുതാം? W = എന്ത് എഴുതാം? Q1 minus Q2. അപ്പം നമുക്ക് ഇവിടെ W-ന് പകരം എന്ത് കൊടുക്കാം? കൊടുക്കാം അങ്ങനെ. അപ്പം COP ഓഫ് റെഫ്രിജറേറ്റർ എന്ന് നമുക്ക് എന്ത് എഴുതാം? COP ഓഫ് റെഫ്രിജറേറ്റർ എന്ത് എഴുതാം? COP ഓഫ് എ റെഫ്രിജറേറ്റർ ഈസ് ഈക്വൽ ടു Q2 ഡിവൈഡ് ബൈ Q1 മൈനസ് Q2. ഇതൊന്നും ബൈഹേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തനിയെ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് അവിടെ എഴുതിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ക്ലിയർ ആയോ? ഇത്രയും കാര്യം ക്ലിയർ ആയോ? അപ്പോൾ ഇപ്പോൾ റെഫ്രിജറേറ്ററിനകത്ത് നമുക്ക് ഡിസൈഡ് എഫക്റ്റ് എവിടെ കിട്ടേണ്ടത്? സിങ്കിലാണ് അല്ലേ? ഹീറ്റ് റെഫ്രിജറേറ്റർ നമുക്ക് തണുപ്പാണോ വേണ്ടത്, ചൂടാണോ വേണ്ടത്? നിങ്ങൾ അത്ര ആലോചിച്ചാൽ മതി. റെഫ്രിജറേറ്ററിനകത്ത് വേണ്ടത് തണുപ്പാണോ വേണ്ടത്, ചൂടാണോ വേണ്ടത്? തണുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹീറ്റ് റിജക്റ്റ് ചെയ്യുകയാണോ വേണ്ടത്, അതോ ഹീറ്റ് ആഡ് ചെയ്യുകയാണോ വേണ്ടത്? അപ്പൊ എവിടുന്ന ഇപ്പൊ ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത്? അപ്പൊ സിങ്ക് ആണ് നമ്മുടെ ഡിസൈഡ് എഫക്റ്റ്. റെഫ്രിജറേറ്ററിനകത്ത് ഡിസൈഡ് എഫക്റ്റ് കിട്ടുന്നത് എവിടാണ്? ഓക്കെ. അപ്പൊ ഹീറ്റ് പമ്പിനകത്ത് ഡിസൈഡ് എഫക്റ്റ് എവിടെ ആയിരിക്കും വരുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ഒരു ഹീറ്റ് പമ്പ് എടുക്കുക. ഹീറ്റ് പമ്പും സെയിം രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു സിങ്ക് ഉണ്ട്. സിങ്കിൻ്റെ ടെമ്പറേച്ചർ T2 ആണ്. സിങ്കിൽ നിന്ന് Q2 ഹീറ്റ് എടുക്കുന്നു, എന്നിട്ട് എക്സ്റ്റേണൽ വർക്ക് കൊടുക്കുന്നുണ്ട്. എക്സ്റ്റേണൽ വർക്കിൻ്റെ ഹെൽപ്പോട് കൂടി എങ്ങോട്ട് കൊടുക്കുന്നു ഹീറ്റ്? Q1 ഹീറ്റ് എങ്ങോട്ട് കൊടുക്കുന്നു? Q1 ഹീറ്റ് എങ്ങോട്ട്? സോഴ്സിലോട്ട് കൊടുക്കുന്നത്. ഒരു ഹീറ്റ് പമ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എവിടെയാണ് ഡിസൈഡ് എഫക്റ്റ് കിട്ടേണ്ടത്? ഡിസൈഡ് എഫക്റ്റ് കിട്ടണമെങ്കിൽ ഹീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? ഹീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യണ്ടേ? ഡിസൈഡ് എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യണ്ടേ? അപ്പോൾ എവിടെയാണ് ഡിസൈഡ് എഫക്റ്റ് കിട്ടുന്നത്? അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. റെഫ്രിജറേറ്റർ എടുക്കുമ്പോൾ ഡിസൈഡ് എഫക്റ്റ് കിട്ടുന്നത് സിങ്കിലാണ്. ബിക്കോസ് വി വാണ്ട് ടു മെയിൻറ്റെയിൻ എ ലോ ടെമ്പറേച്ചർ ഇൻ എ റെഫ്രിജറേറ്റർ. ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവിടെ ഹീറ്റ് റിജക്ഷൻ നടന്നെങ്കിൽ മാത്രമേ ലോ ടെമ്പറേച്ചർ കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ ഹീറ്റ് പമ്പ് എടുക്കുമ്പോഴത്തേന് നമുക്ക് ഹീറ്റ് അഡീഷൻ നടക്കുന്നത് എവിടെയാണോ അവിടെയാണ് ഡിസൈഡ് എഫക്റ്റ് കിട്ടുന്നത്. അപ്പം നമ്മുടെ COP ഓഫ് എ ഹീറ്റ് പമ്പ് നമുക്ക് എങ്ങനെ എഴുതാം? ഡിസൈഡ് എഫക്റ്റ് ഡിവൈഡ് ബൈ ഡിസൈഡ് എഫക്റ്റ് ഡിവൈഡ് ബൈ ഡിസൈഡ് വർക്ക് ഇൻപുട്ട്. ഇവിടെ ഡിസൈഡ് എഫക്റ്റ് ഏതാ? Q2 ആണോ Q1 ആണോ? Q1 ആണ്. കാരണം Q1 ഹീറ്റ് എങ്ങോട്ടാണ്? സോഴ്സിലോട്ടാണ്. ഡിസൈഡ് എഫക്റ്റിലോട്ടുള്ള ഹീറ്റ് അടിച്ചു ഹീറ്റ് റിജക്ഷനാണ് നോക്കേണ്ടത്. നമ്മൾ റെഫ്രിജറേറ്റർ എടുത്തപ്പോൾ സിങ്കിൽ നിന്നായിരുന്നു ഹീറ്റ് റിജക്റ്റ് ചെയ്തത്. അപ്പോൾ Q2 ആണ് അല്ലേ? ഇപ്പോൾ ഹീറ്റ് പമ്പ് എടുത്തപ്പോൾ ഡിസൈഡ് എഫക്റ്റ് കിട്ടുന്നത് സോഴ്സിലാണ് അല്ലേ? അത് ഹീറ്റ് അഡീഷൻ. ഹീറ്റ് പമ്പിൻ്റെ ഫംഗ്ഷൻ എന്തോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഹീറ്റ് പമ്പ് ചെയ്ത് കൊടുക്കുമല്ലോ ഹീറ്റ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് പമ്പ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങോട്ടാണ്? ഇപ്പോൾ ഇവിടെ ഹീറ്റ് പമ്പ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങോട്ടാ? ഹീറ്റ് പമ്പ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങോട്ടാ? ആ സോഴ്സിലേക്ക്. അതുകൊണ്ട് സോഴ്സിലാണ് ഡിസൈഡ് എഫക്റ്റ്. അതുകൊണ്ട് സോഴ്സിലോട്ട് പോകുന്ന ഹീറ്റ് എത്രയാണോ ആ ഹീറ്റാണ് നാം ഡിസൈഡ് എഫക്റ്റ് എടുക്കുക. ഡിവൈഡ് ബൈ വർക്ക് ഔട്ട്പുട്ട് എന്തുവാ? വർക്ക് ഇൻപുട്ട് എന്തുവാ? W അല്ലേ? അപ്പോൾ നമുക്ക് ഈ Q1 = നമുക്ക് എന്ത് എഴുതാം? Q1 = Q2 +
ഡബ്ല്യു എന്ന് എഴുതാം. എഴുതാമോ? നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ. അപ്പോൾ ഡബ്ല്യു ഇസിക്കൽ ടു എന്ത് എഴുതാം? Q1 മൈനസ് Q2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? Q1 ബൈ Q1 മൈനസ് Q2 എന്ന് എഴുതാം. ആണോ? ആണ് അല്ലേ? അപ്പോൾ ഇതാണ് COP ഓഫ് ഹീറ്റ് പമ്പ്. നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഞാൻ ഒന്നുകൂടെ പറയട്ടെ ആദ്യം മുതൽ. മനസ്സിലായിക്കോ? അപ്പോൾ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഓടിച്ചിട്ട് പറയാം. ഇന്ന് നമ്മൾ പറഞ്ഞത് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യമേ ഞാൻ അത് പറഞ്ഞു വെച്ചു. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഒരു ഹീറ്റ് എഞ്ചിനെ പറ്റിയാണ്. ഹീറ്റ് എഞ്ചിനെ പറ്റി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ ഹീറ്റ് എഞ്ചിൻ ടു പ്രൊഡ്യൂസ് എ നെറ്റ് വർക്ക് ഇൻ എ കംപ്ലീറ്റ് സർക്കിൾ if it is exchange heat only with single thermal energy reservoir, that സോഴ്സുമായിട്ട് മാത്രമേ ഹീറ്റ് എക്സ്ചേഞ്ച് ഉള്ളതുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹീറ്റ് എഞ്ചിൻ പോസിബിൾ അല്ല എന്നാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ PMM2 എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഹീറ്റ് എഞ്ചിൻ പോസിബിൾ ആണ് എന്ന് പറയുന്നതാണ് PMM2 എന്ന് പറയുന്നത്. അതായത് സിംഗിൾ തെർമൽ എനർജി റിസർവോയറായ സോഴ്സുമായിട്ട് മാത്രം ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു എൻജിൻ പോസിബിൾ ആണ് എന്ന് പറയുന്നതാണ് എന്ത്? PMM2 എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഹീറ്റ് പമ്പും ഹീറ്റ് പമ്പും റെഫ്രിജറേറ്ററും പറഞ്ഞു അല്ലേ? ആദ്യം നമ്മൾ എടുത്തത് റെഫ്രിജറേറ്ററിനെ പറ്റിയാണ്. റെഫ്രിജറേറ്റർ എന്താണ് എടുക്കുന്നത്? സിംഗിൾ നിന്ന് Q2 ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, Q1 ഹീറ്റ് സോഴ്സിൽ കൊടുക്കുന്നു. അപ്പോൾ റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ ഡിസൈഡ് എഫക്റ്റ് കിട്ടുന്നത് എവിടെയാണ്? റെഫ്രിജറേറ്ററിൻ്റെ സിംഗിളാണ് കിട്ടുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ ഡിസൈഡ് എഫക്റ്റ് കിട്ടുന്നത് സിംഗിളാണ്. പ്രോബ്ലം വരുമ്പോഴത്തേന് അത് ആ ഒരു കോൺസെപ്റ്റ് അറിയത്തില്ലെന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോണം. ഓക്കെ, റെഫ്രിജറേറ്ററിനകത്ത് ഡിസൈഡ് എഫക്റ്റ് കിട്ടുന്നത് സിംഗിളാണ്. അപ്പോൾ COP ആണ് നമുക്ക് റെഫ്രിജറേറ്ററിനും ഹീറ്റ് പമ്പിനൊക്കെ എഫിഷ്യൻസി അല്ല പറയുന്നത്. COP എന്ന് പറയുന്ന ടേമാണ്. COP ഇസിക്കൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ആണ്. അത് നമ്മുടെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് പറയുന്ന സെയിം ഇക്വേഷൻ ആണ്. ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പം ഡിസൈഡ് എഫക്റ്റ് ആണ്, ഇൻപുട്ട് എന്ന് പറയുമ്പോൾ വർക്ക് ഇൻപുട്ടാണ്. ഇവിടെ ഇൻപുട്ട് ഡിസൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സിംഗിൾ നിന്ന് എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ടോ ആ ഡിസൈഡ് എഫക്റ്റ് അല്ലേ? ഡിവൈഡ് ബൈ W എന്ന് പറയുന്ന വർക്ക് ഇൻപുട്ട്. നമുക്കറിയാം Q1 ഇസിക്കൽ ടു Q2 പ്ലസ് W എന്ന് എഴുതാം. അപ്പോൾ അവിടെ നമുക്ക് W ഇസിക്കൽ ടു Q1 മൈനസ് Q2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? COP ഓഫ് ഹീറ്റ് പമ്പ് COP ഓഫ് റെഫ്രിജറേറ്റർ ഇസിക്കൽ ടു Q2 ഡിവൈഡ് ബൈ Q1 മൈനസ് Q2 എന്ന് കിട്ടി. ഇനി അടുത്ത നമ്മൾ എന്തോ എടുത്തത്? ഹീറ്റ് പമ്പ് എടുത്ത്. ഹീറ്റ് പമ്പിനകത്ത് സെയിം കാര്യമാണ് ചെയ്യുന്നത്. പക്ഷേ എന്ത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ? ഒറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എന്തുവാ? ഡിസൈഡ് എഫക്റ്റ്. ഹീറ്റ് പമ്പ് എന്ന് പറയുന്ന പേര് പറയുന്ന പോലെ തന്നെ ഹീറ്റ് പമ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഹീറ്റ് പമ്പ് ചെയ്ത് കൊടുക്കുന്നിടത്താണ് നമുക്ക് ഡിസൈഡ് എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഹീറ്റ് പമ്പ് ചെയ്ത് കൊടുക്കുന്നത് എവിടെയാണ്? സോഴ്സിലോട്ടാണ് ഹീറ്റ് പമ്പ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഡിസൈഡ് എഫക്റ്റ് ഇസിക്കൽ ടു സോഴ്സിലോട്ട് പമ്പ് ചെയ്യുന്ന ഹീറ്റ് ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട് അല്ലേ? അപ്പോൾ വർക്ക് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് Q1 മൈനസ് Q2 എന്ന് എഴുതാം. ആണോ? അപ്പോൾ നമുക്ക് ഈ രണ്ട് റിസൾട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ? COP ഓഫ് എ റെഫ്രിജറേറ്റർ എന്ത് കിട്ടി? COP ഓഫ് റെഫ്രിജറേറ്റർ എന്ത് കിട്ടി? Q2 by Q1 minus Q2. COP ഓഫ് ഹീറ്റ് പമ്പ് എന്ത് കിട്ടി? Q1 by Q1 minus Q2. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു റിസൾട്ട് ഉണ്ട്. സ്ഥിരം പരീക്ഷയ്ക്ക് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഞാനാണെങ്കിൽ റിസൾട്ട് ഞാൻ കാണിക്കാൻ പോവാണ്. COP ഓഫ് ഹീറ്റ് പമ്പിൻ്റെ ഫോമിൽ എടുക്കുന്നത്. COP ഓഫ് ഹീറ്റ് പമ്പ് ഇസിക്കൽ ടു അല്ലെങ്കിൽ വേണ്ട COP ഓഫ് റെഫ്രിജറേറ്റർ എടുക്കുന്നു. COP റെഫ്രിജറേറ്റർ എന്തുവാ? COP ഓഫ് റെഫ്രിജറേറ്റർ എന്തുവാ? Q2 by Q1 minus Q2. ഇതിൻ്റെ കൂടെ ഞാൻ 1 ആഡ് ചെയ്യുന്നു. എന്തോ ആഡ് ചെയ്യുന്നത്? ഇതിൻ്റെ കൂടെ ഞാൻ 1 ആഡ് ചെയ്യുന്നു. 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? Q2 പ്ലസ് Q1 മൈനസ് Q2 ഡിവൈഡ് ബൈ Q1 മൈനസ് Q2 കിട്ടുമോ? ഇങ്ങനെ കിട്ടുമോ?
അപ്പോൾ എന്ത് കിട്ടും? അത് സിംപ്ലിഫൈ ചെയ്തേ. Q1 ഡിവൈഡ് ബൈ Q1 മൈനസ് Q2 എന്ന് കിട്ടി. ഇതെത്തുവാ? COP ഓഫ് ഹീറ്റ് പമ്പ് അല്ലേ? COP pump. അപ്പോൾ നമുക്ക് എന്ത് റിസൾട്ടാണ് കിട്ടിയത്? COP ഓഫ് ഇതിനകത്തിന് എന്ത് റിസൾട്ടാണ് കിട്ടിയത്? COP ഓഫ് ഹീറ്റ് പമ്പ് ഈസിക്കൽ ടു COP ഓഫ് ഹീറ്റ് പമ്പ് ഈസിക്കൽ ടു COP ഓഫ് റെഫ്രിജറേറ്റർ പ്ലസ് 1. മനസ്സിലായല്ലേ? ഇപ്പോൾ COP ഓഫ് ഹീറ്റ് പമ്പ് ഈസിക്കൽ ടു COP ഓഫ് റെഫ്രിജറേറ്റർ പ്ലസ് 1. അപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും പ്രൂവ് ദാറ്റ് COP ഓഫ് ഹീറ്റ് പമ്പ് ഈസിക്കൽ ടു COP ഓഫ് റെഫ്രിജറേറ്റർ പ്ലസ് 1 ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? ആദ്യമേ ഹീറ്റ് പമ്പ് വരയ്ക്കണം, എന്നിട്ട് ഹീറ്റ് പമ്പ് വരയ്ക്കിട്ട് അതിൻ്റെ COP വരയ്ക്കണം, എന്നിട്ട് റെഫ്രിജറേറ്റർ വരയ്ക്കണം, അതിൻ്റെ COP വരയ്ക്കണം, എന്നിട്ട് ഇവ തമ്മിൽ ഈ റിസൾട്ട് പ്രൂവ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പിള്ളേരെ? ഞാൻ പറയുന്ന കാര്യങ്ങൾ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷകൾക്കെല്ലാം മാറി മാറി ചോദിക്കുന്ന സെക്ഷൻസ് ആണ്. അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. എത്രത്തോളം നിങ്ങളോട് എത്തിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം നിങ്ങളോട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ദയവ് ചെയ്ത് ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കി നോട്ട്സ് നോക്കി എടുക്കുക. എനിക്ക് പറയാവുന്നതിൻ്റെ മാക്സിമം ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്രമാത്രം കിട്ടാവുന്നോ അത്രയും കാര്യങ്ങൾ തന്നെ ഞാൻ പറയാൻ നോക്കുന്നുണ്ട്. അത്രയും